നമ്മൾ ഈ കടയിൽ വന്നു കേട്ടോ. കടയിൽ വന്ന് സാധനം വാങ്ങിക്കാനായിട്ട് വന്നതാ. അപ്പോൾ നമ്മൾ സാധനം എല്ലാം വാങ്ങിച്ചിട്ട് കാണാം. വേറെ ഡെറ്റോൾ എടുത്തു, ലോഷന്. നമ്മളിപ്പോൾ അവിടുത്തെ ഒത്തിരി ഒന്നും കാണിക്കത്തില്ല കേട്ടോ. അവർക്കും അതിനോടൊരു താല്പര്യമില്ല. അതായത് നമ്മൾ സാധനം കൊടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് ചെയ്യരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ വാങ്ങിക്കുന്നതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം അതൊക്കെ ഞാൻ അന്നേ പറഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യത്തില്ല, ജസ്റ്റ് കൊടുക്കുന്ന മാത്രമേ എടുക്കത്തുള്ളൂ. അത് നമ്മൾ അവരോട് ചോദിച്ചിട്ട് ബാക്കി ഇത് നമ്മളവിടെ കൊണ്ടുപോകും. ഈ സാധനം അവിടെ കൊണ്ടുപോകും, കൊണ്ടുപോയി അവർക്ക് തന്നെ കൊടുക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് സാധനം വാങ്ങിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർബിക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഡെറ്റോൾ വാങ്ങിച്ചിട്ടുണ്ട്, 2 പാക്കറ്റ് മുട്ടായി, പിന്നെ ലോഷന്, പിന്നെ ചൂല്. അപ്പോൾ ഇതെല്ലാം അവരോട് ചോദിച്ചിട്ടാട്ടോ വാങ്ങിച്ചത്. അവർക്ക് എന്നാ വേണ്ടതെന്ന് നമ്മൾ പോയി ചോദിച്ചിട്ടാണ് സാധനം വാങ്ങിച്ചേക്കുന്നത്. അതെ, സാധനമൊക്കെ വാങ്ങിച്ചതുണ്ടല്ലേ. ഇത് ഒരു വിധത്തിലാട്ടോ മടിയിലിരിക്കുന്നത്. അപ്പം നമ്മളതേ തിരിച്ചു വന്നു കേട്ടോ. സാധനം എല്ലാം കൊടുത്ത് എല്ലാം സെറ്റായിരുന്നു. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അവരെ നമുക്ക് കാണാനൊന്നും പറ്റിയില്ല. നമ്മൾ അവിടെ ഒത്തിരി കൊറോണയുടെ സീനൊക്കെ ആയതുകൊണ്ട് കയറ്റത്തുമില്ല. പക്ഷെ വളരെ ദയനീയാവസ്ഥയാട്ടോ. നമ്മൾ ആ സ്ഥലമൊന്നും കറക്റ്റ് പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അവർ തന്നെ പറഞ്ഞു അങ്ങനെ പറയണ്ട, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ നമ്മളിത് ചെയ്തപ്പം തന്നെ നമുക്ക് വളരെ സന്തോഷം കേട്ടോ. പിന്നെ നമ്മളെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേർ നമ്മൾ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ എല്ലാവരും പൈസ തന്ന് സഹായിച്ച എല്ലാവർക്കും ഞങ്ങളുടെ വക വളരെ നന്ദിയുണ്ട്. ഞങ്ങളുടെ മാത്രമല്ല, അവരുടെ കിട്ടുന്ന ഒരു പുണ്യം അത് നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും, എന്നും നിങ്ങളുടെ. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലെ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ നമ്പർ അടിയിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് മെസ്സേജ് അയക്കുക ആ നമ്പറിൽ. അതായത് ഗൂഗിൾ പേ നമ്പർ തന്നെയാണ്, വാട്സാപ്പ് നമ്പർ അത് ഇവൻ്റെ നമ്പറാണ്. ഡെമോങ്കിഡ് എന്നാണ് കിടക്കുന്നത്, അല്ലെ അഖിൽ. അപ്പോൾ ആ ഒരു പേര് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തരുമോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മളും ഇനി ചെയ്യും. ഓക്കെ, ഒന്ന് മൂപ്പിക്കാട്ടോ. എടാ ഒരു വീലി ഒരെണ്ണേ അവിടെ ഒരു വീലി ചെറുതായിട്ട്. കമോൺ പൊക്ക, നിർബന്ധിച്ചു. അയ്യോ ബൗ ടയറൊന്നും മാറിയിട്ടില്ല കേട്ടോ. ടയറൊക്കെ മുട്ടയാണ്, മുട്ടയെ. എടാ ഞാൻ തുഴഞ്ഞാടാ വരുന്നത്, ഇതെങ്ങും അനങ്ങുന്നില്ല. വാ നോക്കാം, ഇതാദ്യമേ കയറ്റി നോക്കട്ടെ. വാ പിടിച്ചോണം നീ, ഇത് തന്നെ കയറത്തില്ല. നോക്കിയാ ടയറ് കറങ്ങിച്ച പോന്നു വണ്ടി. എടേ എവിടെ പോവാടാ വണ്ടി? ഇവിടെയൊക്കെ ഫുള്ള് എന്താ പറയുന്നത്, ഒരു ഇങ്ങനെ നിരന്ന് കിടക്കുന്നൊരു സെറ്റപ്പാണ്. കുഴിയാട്ടോ താഴേക്ക്. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓഫ് റോഡായിട്ട് പോവാണ്. സംഭവം ഞാനും ഉണ്ട്, Rtr ഉണ്ട്, പിന്നെ അഖിലും വരണം. അവനിപ്പം വരുന്നതേ ഉള്ളൂ. അതെ, ടീം വരുന്നുണ്ട്. എത്ര നേരമായിടേ? എത്ര നേരമായി? പോട്ടെ, നേരെ പോട്ടെ. അപ്പോൾ അവനും വന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അത് അടിപൊളിയായിരിക്കും കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ വൈബായിരിക്കും ഇന്ന്. അപ്പോൾ ഇതിവിടുത്തെ സ്കൂളാണ് കേട്ടോ, ഗവൺമെൻറ് സ്കൂൾ കണ്ടില്ലേ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, GHSS കല്ലാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ആരാ? ആ ഉണ്ട്. ഓക്കേ, ഇത് ഇവിടെ ഒരു പ്രത്യേക വൈബാട്ടോ. അയ്യോ മാൻ. അപ്പോൾ നമ്മളിന്ന് എങ്ങനെ വഴിയെന്നൊന്നും അറിയത്തില്ല. ഞാനിതുവരെ പോയിട്ടൊന്നുമില്ല. കാരണം ഇവനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മിക്ക സ്ഥലത്തും ഇവൻ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്.
അത് കാരണം നമുക്ക് ഇതുപോലെ സ്ഥലം ഉണ്ടെന്നറിയാം, വഴി അറിയാൻ പാടില്ല. ഇവന് ഒരു നമ്മുടെ അൺഎക്സ്പ്ലോർഡ് ഇടുക്കി ഫുള്ള് കൊണ്ട് കാണിച്ചേക്കുന്ന ഇവനാണ്. കാരണം ഇവൻ്റെ അവിടെയാണ് ഫുൾ സ്ഥലവും. അപ്പോൾ അതുകൊണ്ട് ഇവനാണ് നമ്മളെ ആ ഒരു സൈഡ് ഫുള്ള് കാണിച്ചേക്കുന്നത്. ഓ, വീലിയൊക്കെ അടിക്കാനുള്ള ശ്രമത്തിലാണ്. ഒന്ന് മൂപ്പിക്കാട്ടോ. എടാ ഒരു വീലി ഒരെണ്ണേ അവിടെ ഒരു വീലി ചെറുതായിട്ട്. കമോൺ പൊക്ക്, നിർബന്ധിച്ചു. ഓ മോനെ, ഒന്നോടെ. ഓക്കേ, പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. സാരമില്ല പോട്ടെ. അപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. അതായത് ഞാനാണ് ഇവനെ ഇങ്ങനെ പറഞ്ഞ് മൂപ്പിക്കുന്നത്. എടാ ഒരു വീലിയൊക്കെ അടിക്കണം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാട്ടോ ടീം ഇപ്പോൾ. കാരണം ഇടയ്ക്കൊക്കെ വീലിയൊക്കെ അടിക്കണം, ആ ഒരു മൈൻഡൊക്കെയാണ്. വഴീനെക്കുറിച്ച് യാതൊരു മുന്നൊരു ഇതുമില്ല. ഇതല്ലേ? അപ്പം ഇതാണോ വഴി? ഓ മൈ ഗോഡ്, ഓഫ് റോഡ് ഫുള്ള് ടാർ ചെയ്ത് ഗൈസ്. നമുക്ക് നോക്കാം, കയറി പോ. ഓക്കേ, ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. അയ്യോ ബൗബ ഇപ്പം തീർന്നേന്. റേസിംഗ് ആയതൊന്ന് തോന്നുന്നു. ആ പട്ടി അവിടെ മൊത്തം എല്ലാം വരെ ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ കാണിക്കത്തില്ലേ, ആ പരിപാടി. എന്ന് നോക്കാം. നിങ്ങൾക്ക് പിന്നെ കണ്ടാൽ മനസ്സിലാവുമെന്നറിയില്ല, ഇവിടെ ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട്. അയ്യോ, ഈ ഒരു കയറ്റം നോക്കിയാൽ ഇങ്ങനെ ആട്ടോ ഇരിക്കുന്നേ. അപ്പം ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വീലി അടിക്കണം. അപ്പം കാശ് ഇവിടെയൊക്കെ കുറേ വീടൊക്കെ ഉണ്ട്, പക്ഷെ ആൾതാമസം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ആരോ ഉണ്ട്, പക്ഷെ അവിടെ 2-3 വീടുണ്ടായിരുന്നു, ആൾതാമസമൊന്നുമില്ല. വഴി തുടങ്ങിയാച്ച് മാൻ. കമോൺ കയറിപ്പോട്ടെ. അയ്യോ ഇവിടെ എല്ലാം വീടുകളും ഉണ്ട്. ടയറൊന്നും മാറിയിട്ടില്ല കേട്ടോ, ടയറൊക്കെ മുട്ടയാണ്. മുട്ടയെ അയ്യോ, അവൻ കയറിപ്പോയി, ഞാൻ വിട്ടു. ആൾക്കാരൊക്കെ പുറകെ നോക്കിയിപ്പുണ്ട് കേട്ടോ. അയ്യോ, അതെ, അവൻ എവിടെ ചെന്നാലും ഒരു വീഴ്ച. നോക്കാം, വരട്ടെ. ചാടി വരുന്നു വൈകി. നീ ഷടേന്ന് പറഞ്ഞ് കയറിപ്പോയി. അവര് നോക്കിയിരിക്കുവല്ലേ, ഒരു ഹായ് പറഞ്ഞേര്. പോടാന്ന് ആഗ്രഹമുണ്ടോ? ടയർ ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ, ടയറേ ഒട്ടും പിടിക്കുന്നില്ലെന്ന്. വെയിറ്റ് നോക്കട്ടെ. എടാ കാല് പോലും നിക്കുന്നില്ലടോ. ഇനി കേറി പോവായിരിക്കും. എന്റെ പൊന്നെ ടയർ. ഓ വഴി വിഷയാട്ടോ. അവൻ 2 അവിടെ നല്ല സീനായിരുന്നല്ലോ. നല്ല കയറ്റായിരുന്നു. പായല
ഹലോ അപ്പൊ ചോടിയടാ. അയ്യോ കേറി പോണല്ലേ. അയ്യോ ടയറ് വയ്ക്കടാ ടയറ്. നീ ശാല എയർ കുറച്ചിട്ടാവോ? കഴിച്ച് ഞങ്ങൾ ശാല എയർ കുറച്ചിട്ടെ, കാരണം ഫുൾ എയറാണ്. എന്നാണോ നീ പോയി കഴിഞ്ഞാൽ ഞാൻ തള്ളിക്കൊണ്ട് വരേണ്ടി വരുമോ എന്ന് ആലോചിക്കുന്നത്. അപ്പം നമ്മളതേ വീണ്ടും കയറി പോകുക. എന്താവും അറിയത്തില്ല. അവൻ്റെ കയറി പോകുന്നു. എൻ്റെ പൊന്നു ഗൈസ്, അയ്യോ പിടിക്കുന്നേ ഇല്ല കേട്ടോ. എടാ ഞാൻ തുഴഞ്ഞാടാ വരുന്നത്, ഇതെങ്ങും അനങ്ങുന്നില്ല. ആ പോടാ 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 പോടാ. അയ്യോ ചതിച്ചതാ. പെട്ടോ കേറ്റമൊക്കെ പറഞ്ഞ കണ്ടല്ലോ. ചില്ലറ കേറ്റമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന്. അയ്യോ ഇത് ശരിക്കും നമ്മളാണോ തള്ളി കയറ്റുന്നത്? നോക്കിയേ നീ ഇവിടെ വെച്ച് കാണിച്ച് ഓർക്കുമായിരിക്കും തീരെ. ടയറ് വാങ്ങിക്കേ. ഇത് പൊട്ട. അയ്യോ ചുമ്മാ കാരണം കറങ്ങുന്നേ ഉള്ളൂ. ഇന്നലെയൊക്കെ മഴയായിരുന്നു. മഴയുടെ ഒരു ഇതുകൊണ്ട് ഫുള്ള് നനഞ്ഞു കിടക്കുക. വാ നോക്കാം. ഇതാദ്യമേ കയറ്റി നോക്കട്ടെ. വാ പിടിച്ചോണം നീ, ഇത് തന്നെ കയറത്തില്ല. ഇവിടെ തള്ളിക്കോണേ. എടാ അയ്യോ വഴിയല്ല. എൻ്റെ പൊന്നു കാശ് രാവിലെ തന്നെ സുഖമാട്ടോ. മടുത്താ? ഇത്രയും പോളി. ഇവിടെ നിന്നൊരു പിക്കടിക്കണം. അയ്യോ എടാ ഇതിലേ നിന്റെ കയറുമോ? അതുപോലെ ഇത് കയറാ. അയ്യോ ഇവിടെ നോക്കാം. അപ്പൊ നമുക്ക് ഓക്കെ നമുക്ക് കയറേണ്ട വഴിയാണ്. വഴിയില്ല, മൊത്തം പുല്ലാണ്. ഇനി എന്തോരം ഉണ്ടോ? എത്താറായോ? ഗായ്സ് ഇവന് ഉടായിപ്പാ കേട്ടോ. ഇവൻ മൊത്തം ഉടായിപ്പാ. ഞാനും കൂടെ കയറിയിരിക്കട്ടെ. കയറി പോവാ. പോട്ടെ. ഒന്നെങ്കിൽ ഞങ്ങൾ കയറത്തില്ല, ഇല്ലെങ്കിൽ ഇല്ലടാ എനിക്ക് വെയിറ്റ് ഇല്ലടാ. ചാലും പുറയിലേക്ക് വന്നേ. അമ്മച്ചിയേ നോക്കിയാ ടയറ് കറങ്ങിച്ച പുല്ല് മൊത്തം മറ്റേ വെള്ളമാണ്. അയ്യോ ചവിട്ടല്ലേ. താഴത്തെ വീട്ടുകാരൊക്കെ ആലോചിക്കും ഇവന്മാർക്ക് രാവിലെ പ്രാന്താണോ എന്ന്. മറിച്ചിടല്
അത് ശരിയാ. ആ നീയാ അയ്യോ രാവിലെ പുറയിലേക്കോ. അയ്യോ നമ്മൾ പെട്ട് വാഴയുടെ ചവിട്ടി വെക്കാന്നോ? വാഴയായി പോടെ പോടെ. പോയടാ പോന്നു വണ്ടി. എടേ എവിടെ പോവാടാ വണ്ടി? എടാ നീ എന്നെ കൊണ്ടുവന്ന് ആരുടെ പറമ്പിലാടാ കൊണ്ടുവന്ന്? പിന്നെ ഇവൻ കൊണ്ടുവന്ന് ഡെഡ് എൻഡിൽ കൊണ്ടുവരുത്തി കേട്ടോ. ഇതേതാടാ വഴി? ഇത് തന്നെയാണോ വഴി? എടാ കള്ള. നമ്മൾ വണ്ടി അവിടെ വെച്ചു. നമുക്ക് കയറി പോകേണ്ട വഴിയാട്ടോ. വണ്ടി കയറത്തില്ലേ, ഒരു ഓസൊക്കെ വഴി കിടപ്പുണ്ട്. അതെങ്ങാനും പൊട്ടിച്ച് കഴിഞ്ഞാൽ അവന്മാർ പെടലിക്ക് അടിക്കും. വന്നിയല്ലേ എൻ്റെ പൊന്നായി, വിചാരിക്കുന്ന പോലല്ല. വണ്ടി തള്ളി പരിപാടി കയറുന്നു കേട്ടോ. വണ്ടി തള്ളി മനുഷ്യൻ്റെ പരിപാടി കയറുന്നു. അവൻ്റെ പുറയിലുണ്ട്. അയ്യോ ഇത് നോക്കി, ഇവിടെ മൊത്തം ഓസ. ഇവൻ പറഞ്ഞത് ഈ വഴിയാട്ടോ വണ്ടി കയറി പോകുന്നു പറഞ്ഞേ. ഇത് നോക്കി, എടാ പോടാ അമ്മച്ചിയാ വിറാ. നമ്മളാ നടന്നു വരുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടു. അടിപൊളിയാട്ടോ, കാണിച്ചു തരാം. നോക്കിയേ എടാ, അടിപൊളിയാണ്. 360 കറങ്ങി ഞാൻ താഴെ വീണേ. ഇപ്പോൾ നമ്മൾ കയറി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ആ ഒരു ഭാഗത്തോട് ഇങ്ങനെ കയറി അതായത് നമ്മുടെ കുരിശ് അവിടെ ഇരിപ്പുണ്ട്. ഇതുണ്ടാ. അപ്പോൾ ഇത് നോക്കിയേ, ഫുള്ളൊരു വ്യൂ നോക്കിയേ, അടിപൊളിയാട്ടോ. അതൊന്നൊരു പ്രത്യേക രസമുണ്ട്. അത് ആ ഒരു ഭാഗം മെയിൻ അതെപ്പോഴും വേറെ ലെവലാണ്. നമ്മുടെ നാലുമല ആ സൈഡ് അൺഎക്സ്പ്ലോർഡ് ഇടുക്കി എങ്ങനെയുണ്ട്? അടിപൊളിയാട്ടോ. നോക്കിയേ എൻ്റെ മോന്. ഇവിടെ ഒരു കല്ലൊക്കെ ഇരിപ്പുണ്ട്, ഒരു പാറ, ഒരു വലിയ ഒരെണ്ണം. നല്ല കാറ്റും ഉണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് എന്താ പറയുന്നത്, ഒരു ഇങ്ങനെ നിരന്ന് കിടക്കുന്നൊരു സെറ്റപ്പാണ്. കുഴിയാട്ടോ താഴേക്ക്. നമ്മൾ ശരിയാ അവിടെ, അതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ സ്കൂള്. അവിടുന്ന് കയറി ഇവിടെ വന്നു. നോക്കിയാൽ നമുക്കിനിയിപ്പം അങ്ങോട്ടാണ് പോകേണ്ടത്. ആകാശമൊക്കെ നോക്കിയേ, അടിപൊളിയാണ്. ഹാ ഹാ ഹാ. അവിടുന്ന് വെയിലൊക്കെ വരുന്നുണ്ട്. സൂര്യൻ എവിടെ? സൂര്യൻ അവിടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലേടാ, അവിടെ അല്ലേടാ സൂര്യൻ? ആ ഒരു ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു, അറിയാൻ പാടില്ല. ആ ഒരു ഭാഗത്ത് എവിടെയോ ഉണ്ട്. വേറെങ്ങ് വരാൻ വഴിയില്ല, ഇല്ലായിരിക്കും. അപ്പം വാ നമുക്ക് അങ്ങോട്ട് പോവാം. ഇനിയിപ്പം നേരത്തെ അവിടെ പോന്നു. ഓക്കേ, നമുക്ക് അങ്ങോട്ട് പോവാം.